RSPക്ക് ഇപ്പം RSP 4 സീറ്റിലോട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പം അതിൽ ഒരെണ്ണം, അതായത് പയ്യന്നൂർ മാത്രം കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളെ സപ്പോർട്ട് ചെയ്യാനാണ് അല്ലെങ്കിൽ പിന്തുണ കൊടുക്കാനാണ് RSPയുടെ തീരുമാനം. ഈ രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ മൊത്തത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ RSPയുടെ ഒരു കാലം അവസാനിക്കാൻ, അതായത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് ഏതാണ്ട് അവസാനത്തിലോട്ട് എത്തുന്നു എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരത്തില്ലേ? ഇതിപ്പോഴത്തെ നിലവിലത്തെ സ്ഥാനാർത്ഥി പട്ടിക കാണുമ്പോഴും സീറ്റുകളുടെ എണ്ണം കാണുമ്പോഴും നമുക്ക് അങ്ങനെ കരുതേണ്ടി വരും. അവർ ലഭിച്ചിരിക്കുന്ന സീറ്റുകൾ ഉൾപ്പെടെ നമ്മൾ പരിശോധിക്കുമ്പോൾ അങ്ങനെ തന്നെ കരുതണം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആകപ്പാടെ RSP എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാധാന്യമുള്ള സ്ഥലം അല്ലെങ്കിൽ ജില്ല എന്ന് പറഞ്ഞാൽ കൊല്ലമാണ്. കൊല്ലം ജില്ലയിലാണ്. കൊല്ലം അതിനോട് ചേർന്ന് നടക്കുന്ന പ്രദേശങ്ങളിൽ മാത്രമാണ്. എന്നാൽ ആ കൊല്ലം ജില്ലയിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് അവരുടെ ഇരവിപുരം എന്ന് പറയുന്ന ഒരു മണ്ഡലമുണ്ട്. അതോടൊപ്പം തന്നെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ട് ആറ്റിങ്ങൽ ഒരു മണ്ഡലം കിടക്കുന്നു. ആറ്റിങ്ങൽ പിന്നെ ഇപ്പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ കുന്നത്തൂർ എന്ന് പറയുന്ന ഒരു മണ്ഡലം, ചവറ എന്ന് പറയുന്ന മണ്ഡലം, അതോടൊപ്പം തന്നെ മറ്റൊരു മണ്ഡലം കൂടി. അവർ കഴിഞ്ഞ തവണ അവർ മത്സരിച്ച് ധർമ്മടത്തായിരുന്നു. അതായത് പിണറായി വിജയനെതിരായിട്ടായിരുന്നു RSP അവിടെ സ്ഥാനാർത്ഥി നിർത്തിയത്. അപ്പം ഇങ്ങനെയാണ് അവരുടെ ഒരു മണ്ഡലത്തിൻ്റെ ഒരു കിടപ്പെന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ. നമ്മൾ ഇടയ്ക്ക് ചടയമംഗലത്തേക്ക് അവർക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുനലൂർ അവർ ചോദിച്ചിരുന്നു, തുടങ്ങിയ ഒരുപാട് ഇത് വന്നിരുന്നു. NK പ്രേമേന്ദ്രന് താല്പര്യം ഉണ്ടായിരുന്നു മത്സരിക്കാൻ. NK പ്രേമേന്ദ്രൻ കാർത്തിക് പ്രേമേന്ദ്രനെ ഇറക്കിക്കൊണ്ട് ഇരവിപുരം മണ്ഡലം പിടിക്കാനുള്ള, അല്ലെങ്കിൽ അവിടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് സ്വന്തം കുടുംബവാഴ്ച എന്നുള്ള നിലയിലേക്ക് ഒരു വിപ്ലവ പാർട്ടിക്ക് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ് ഈ കുടുംബവാഴ്ച എന്ന് പറഞ്ഞാൽ. കാരണം ഇപ്പം നമ്മൾ നോക്കിയ V. അരുൺകുമാറിന് പോലും ഇത്തവണ സീറ്റ് കൊടുത്തിട്ടില്ല. VS അച്യുതാനന്ദന്റെ മകനാണ് V. അരുൺകുമാർ. അദ്ദേഹത്തിന് പോലും ഇത്തവണ സീറ്റ് കൊടുത്തിട്ടില്ല. EK നായരുടെ മകൻ എവിടെയാണെന്ന് പോലും അറിയത്തില്ല. പിണറായി വിജയന്റെ മകനെതിരെ ഒരു ആരോപണം വന്നല്ലാതെ ED അന്വേഷണമൊക്കെ നേരിട്ട് എന്ന് പറഞ്ഞിട്ട് വ്യാജ വാർത്ത വന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ പേരും വേറെ എങ്ങും ഉയർന്നു കേട്ടിട്ടില്ല. അപ്പം പൊതുവിൽ ഈ പറയുന്ന ഒരു ഇടത് പാർട്ടി അല്ലെങ്കിൽ ഒരു ലെഫ്റ്റ് വിങ് എന്നൊക്കെ പറയുന്ന ഒരു പാർട്ടികളുണ്ടല്ലോ, ഈ RSP ഒക്കെ അതിൽ വരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള പാർട്ടികളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ മക്കളാധിപത്യമൊക്കെ വളരെ കുറവാണ്. അങ്ങനെ വന്നപ്പോഴാണ് കാർത്തിക് പ്രേമേന്ദ്രൻ അവിടെ സീറ്റ് ഇരവിപുരത്ത് കൊടുക്കണമെന്ന് പറഞ്ഞത്. എന്നാൽ ഇരവിപുരത്തിൻ്റെ ചരിത്രം എന്താണ്? ഇരവിപുരത്ത് അപ്പം നമുക്ക് ചവറ മുതൽ നോക്കി നോക്കാം. ചവറ എന്ന് പറയുന്ന മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അത് ബേബി ജോണിൻ്റെ മണ്ഡലമാണ് ശരിക്കും ചവറ. അതിനുശേഷം സുജിത് വിജയൻപിള്ളയുടെ കയ്യിലേക്ക് ചവറ മണ്ഡലം കയ്യിലേക്ക് എത്തി. CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയിലെ നേതാവാണ് ഈ പറയുന്ന പിന്നെ ഇപ്പോൾ സുജിത് വിജയൻപിള്ള എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ മകനാണ്. അദ്ദേഹം വിജയൻപിള്ള അവിടെ മത്സരിച്ച് വിജയിക്കുകയും ചെയ്തിട്ടുള്ള അദ്ദേഹം നിലവിൽ MLA ആയിരിക്കുന്ന സമയത്താണ് അദ്ദേഹം മരണപ്പെടുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നേതാവിൻ്റെ മകനായി നിൽക്കുന്ന സുജിത് വിജയൻപിള്ളയാണ് നിലവിൽ ചവറയുടെ MLA എന്ന് പറഞ്ഞത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കുക, ഈ സുജിത് വിജയൻപിള്ള എന്ന് പറയുന്ന MLAക്ക് ചവറ മണ്ഡലം കിട്ടിയതിന് ശേഷം അദ്ദേഹം മണ്ഡലത്തിൽ ഓടി നടന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട്. അദ്ദേഹം പല കാര്യങ്ങളിലും അവിടുത്തെ ആൾക്കാരുടെ ഒപ്പം നിൽക്കുന്ന ചില സമീപനം അദ്ദേഹം വെച്ച് പുലർത്തുകയും ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഷിബു ബേബി ജോൺ എന്ന് പറയുന്ന നേതാവ് മിക്കപ്പോഴും തിരുവനന്തപുരത്ത് നിൽക്കുന്ന കാലഘട്ടത്തിൽ പോലും അദ്ദേഹം സ്വന്തമായി ഈ ചവറ മണ്ഡലത്തിൽ എപ്പോഴും ആൾക്കാരുടെ എന്താവശ്യത്തിന് വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന ഒരു നേതാവായി അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയായി മാറാൻ ഈ സുജിത് വിജയൻപിള്ളയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിനെ അവിടെ പ്രാപ്തനാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇനി ഒരു മടക്കം തന്നെ RSP പഴയ ശക്തിയുള്ള ഒരു RSP ഒന്നുമല്ല, ദുർബലപ്പെട്ട് നിൽക്കുന്ന RSP ആണ് ഇപ്പോൾ. RSP നമുക്കറിയാം പിളർന്നു, പിന്നെ ലയിച്ചു എന്ന് പറയുന്ന RSP ബിയും RSPയുമായി മാറി. അങ്ങനെ പിളരുകയും ലയിക്കുകയും ചെയ്തതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. എങ്കിൽ നമ്മൾ കുന്നത്തൂർ എന്ന് പറയുന്ന മണ്ഡലം RSPയുടെ മണ്ഡലമാണ്. കുന്നത്തൂർ മണ്ഡലത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ കുന്നത്തൂരിൽ ഇപ്പം നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ കോവൂർ കുഞ്ഞുമോൻ എന്ന് പറയുന്ന നേതാവാണ്. അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ് തന്നെയാണ് ഉല്ലാസ് കോവൂർ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇത്തവണയും അവിടെ RSPയുടെ ആയിട്ട് മത്സരിക്കുന്നത്. പക്ഷേ പ്രയോജനമൊന്നുമില്ല. കാര്യം കോവൂർ കുഞ്ഞുമോനെ അവിടുത്തെ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. മറ്റേ ഉല്ലാസ് കോവൂർ എന്ന് പറഞ്ഞാൽ നിരവധി രാഷ്ട്രീയത്തിലൊക്കെ പിന്നീട് വന്നതാണ്. അപ്പോൾ കോവൂർ കുഞ്ഞുമോൻ അവിടെ ഈ RSP എന്ന് പറയുന്ന വിഭാഗം അത് LDFിനൊപ്പമാണ്. അപ്പോൾ അതിലാണ് കോവൂർ കുഞ്ഞുമോൻ മത്സരിക്കുന്നത്. ഇത്തവണ കോവൂർ കുഞ്ഞുമോൻ അവിടെ നിന്ന് ജയിക്കുകയും LDFിന് ഭരണം കിട്ടുകയും ചെയ്താൽ കോവൂർ കുഞ്ഞുമോൻ മിക്കപ്പോഴും ഒരു മന്ത്രിയാകാനുള്ള സാധ്യതയുണ്ട്. സോ RSP എന്ന് പറയുന്ന പാർട്ടിയുടെ മറ്റൊരു ഘടകം അല്ലാന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പിളർന്നു പോയ RSP Lന് ഒരു സാധ്യത ഇത്തവണ മന്ത്രിസഭയിൽ ഉണ്ടാകാനുള്ള ഒരു പൂർണ്ണമായ വ്യക്തത നമുക്കുണ്ട് എന്നുള്ളതാണ്. ഒരു ക്ലാരിറ്റി ഉണ്ട് ആ കാര്യത്തിൽ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇരവിപുരം മണ്ഡലം നൗഷാദ് എന്ന് പറയുന്ന ഒരാൾ കയ്യിലെടുത്ത് വെച്ച് അമ്മാനം ആടിക്കൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നൗഷാദിനെ പോലുള്ള ഭയങ്കര വാഗ്മീയായിട്ടുള്ള ഒരു മനുഷ്യൻ. അവിടെയാണ് ഈ പറയുന്ന പോലെ വിഷ്ണുമോഹൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ അവിടെ കൊണ്ടുവന്നിട്ടിട്ട് ആ ഇരവിപുരം മണ്ഡലം ഈ നൗഷാദിന്റെ കയ്യിൽ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത്. അത് മണ്ടത്തരം എന്നല്ല, എന്ത് പറയാനാണ്. ഒന്നാമത് ആ മണ്ഡലത്തിൽ
ലീഗ് ചോദിച്ചതാണ്. കാര്യം അവിടെ മുസ്ലിം ലീഗിന് കുറച്ച് ആധിപത്യമുള്ള ഒരു പ്രദേശം കൂടിയാണ്. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നൗഷാദിനെ പോലെ ഒരു നേതാവ് അവിടെ നിൽക്കുമ്പോൾ, നൗഷാദ് തന്നെയുമല്ല ഈ വിഷ്ണുമോഹനെയൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നൗഷാദ് എപ്പോഴും ജനങ്ങൾക്കിടയിലുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ തന്നെ ആൾക്കാരുണ്ട്. സഭയിലൊക്കെ കയറി നിയമസഭയിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പിന്നെ പ്രസംഗം എന്ന് പറഞ്ഞാൽ ആരെയും വെട്ടിലാക്കുന്ന, ആരെയും തകർത്ത് ഉന്മൂലനം വരുത്തുന്ന ഒരു തരത്തിലുള്ള പ്രസംഗമാണ് നൗഷാദിന്റെ പ്രസംഗം എന്ന് പറഞ്ഞാൽ. അപ്പോൾ പിന്നീട് നമ്മൾ അടുത്തതെന്ന് വെച്ചാൽ ആറ്റിങ്ങൽ മണ്ഡലമാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കഴിഞ്ഞാൽ വി ജോയി എന്നതിനപ്പുറത്തേക്ക് അവിടെ വേറെ ഒരു ഓപ്ഷൻ ഇല്ല. ഇപ്പൊ ആറ്റിങ്ങലിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ OS അംബിക എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ആണ് ഇത്തവണയും CPM നിർത്തുന്നത്. നേരത്തെയും അംബിക തന്നെയായിരുന്നു അവിടെ നിന്ന് വിജയിച്ച ഒരു സ്ഥാനാർത്ഥി. അവിടെ ആറ്റിങ്ങലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു പ്രാധാന്യം, അവിടെ ഒരു ഇടത് ശക്തി കേന്ദ്രം തന്നെയാണ് ആറ്റിങ്ങൽ എന്ന് പറയുന്നത്. അവിടെ എനിക്ക് തോന്നുന്നു വേറെ ഒരു പിന്നെ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ സന്തോഷ് ഭദ്രനോ അങ്ങനെ അങ്ങോട്ട് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്, പേര് പോലും നമുക്ക് കിട്ടാത്ത സ്ഥാനാർത്ഥിയാണ് അവിടെയും ആറ്റിങ്ങലിലും ഇവർ പരീക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 4 സീറ്റിലും RSP എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വിജയപ്രതീക്ഷയില്ല. വിജയിക്കാൻ കഴിയാത്ത സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്ന് ഷിബു ബേബി ജോണിന് പോലും വിജയിക്കാൻ സാധ്യതയില്ലാത്ത മണ്ഡലമാണ് ചവറ. അപ്പം ചവറ പോയി കിട്ടി, കുന്നത്തൂര് പോയി കിട്ടി, ഇരവിപുരം നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോഴേ ഇരവിപുരം പോയി കിട്ടി. പിന്നെ നമ്മൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആറ്റിങ്ങിലും പോയി കിട്ടി. OS അംബിക അവിടെ 100% ഉറപ്പായിട്ട് OS അംബിക തന്നെ അവിടെ വിജയിക്കുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ നിലവിലത്തെ കണക്കുകൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് അങ്ങോട്ട് നോക്കൂ. അപ്പോൾ 5 സീറ്റാണ് മുഴുവനായി RSPക്ക് ഉള്ളത്. അപ്പം RSPയെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 5 സീറ്റ് ഉണ്ട്. ആ 5 സീറ്റിൽ ഒരെണ്ണം വടക്കൻ കേരളത്തിലാണ്. വടക്കൻ കേരളത്തിൽ അവർ ആദ്യം ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സാറിന് ധർമ്മടം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ധർമ്മടമാണ് അവർ കിട്ടിക്കൊണ്ടിരുന്ന ഒരു മണ്ഡലം. അപ്പോൾ ധർമ്മടം കഴിഞ്ഞ് കാഞ്ഞങ്ങാടേക്ക് വരുമ്പോൾ അവിടെ പറ്റില്ല. ഈ ചന്ദ്രശേഖരനാണ് കഴിഞ്ഞ കുറെ കാലമായിട്ട് CPIയുടെ നേതാവ് എന്നുള്ള നിലയിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്ന. അദ്ദേഹം ഇതിനു മുമ്പ് 2021 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്നു. അപ്പൊ അതായത് ഇന്ന് K. രാജൻ മിനിസ്റ്റർ ഇരിക്കുന്ന അതേ മന്ത്രി പദവിയിൽ ഇരുന്ന ഒരാളാണ് നമ്മുടെ ഈ ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ്. അദ്ദേഹം നല്ല കഴിവുറ്റ ഒരു നേതാവ് തന്നെയായിരുന്നു. ആ കാലഘട്ടത്തിൽ നിരവധി ആൾക്കാർക്ക് പട്ടയം കൊടുക്കുന്നത്. പിന്നെ അദ്ദേഹത്തെ ഈ പറയുന്ന CPI നേതാക്കന്മാരുടെ ഒരു പ്രധാന മുഖമുദ്രയായ ലാളിത്യം എന്ന് പറയുന്നതും അവിടെ പിന്നെ ചന്ദ്രശേഖരനെ ഏട്ട എന്ന് വിളിച്ചുകൊണ്ട് ആൾക്കാർക്ക്, ഇപ്പൊ K. രാജനെ രാജേട്ട എന്ന് വിളിക്കുന്ന പോലെ തന്നെ അദ്ദേഹത്തെയും അവിടുത്തെ ആൾക്കാർക്ക് ചേട്ട എന്ന് വിളിച്ചുകൊണ്ട്, ഏട്ട എന്ന് വിളിച്ചുകൊണ്ട് സമീപിക്കാനുള്ള എല്ലാ ഒരു പ്രിവിലേജും കൊടുത്തിരിക്കുന്ന ഒരു നേതാവിനാണ് ഈ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന നേതാവ്. അപ്പം അങ്ങനെ നോക്കുമ്പോഴും അവിടെയും വലിയ പ്രാധാന്യം കാഞ്ഞങ്ങാട് ഇല്ല. അപ്പം കാഞ്ഞങ്ങാടും ധർമ്മടത്ത് പിണറായി വിജയനെതിരായിട്ട് എനിക്ക് തോന്നുന്നു ഇതൊരു റഷീദിനെയാണ് അവിടെ ഇപ്പം ഇറക്കിയിരിക്കുന്നത്. അപ്പം കോൺഗ്രസ് ആ സീറ്റ് ഏറ്റെടുത്തുകൊണ്ട് അവിടെ മത്സരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം മറ്റേത് ഇങ്ങോട്ട് നോക്കിക്കോളൂ. ഇവിടെ അടുത്ത സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നുള്ളത് പയ്യന്നൂരാണ്. പയ്യന്നൂരിനെ സംബന്ധിച്ച് ഒരു വലിയ ഒരു പ്രശ്നം കിടക്കുന്നത് പയ്യന്നൂരിൽ ടി എ മധുസൂദനുമായിട്ടുണ്ടായ ചെറിയ പ്രശ്നം കാരണം, അതായത് നിലവിലത്തെ MLA ആണ് ടി എ മധുസൂദനുമായിട്ടുണ്ടായ ചില പടലപ്പിണക്കം കാരണം പാർട്ടി വിട്ട് പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തിയ ഒരാളെന്ന് ഞാൻ പറയുള്ളൂ. പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തിയ നമ്മുടെ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന സഖാവിനെ പിന്തുണയ്ക്കാനാണ് RSPയുടെ തീരുമാനം. അപ്പോഴും അവിടെ RSPക്ക് സ്ഥാനാർത്ഥി ഇല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് CPMൽ നിന്ന് പാർട്ടിയെ കുറ്റം പറഞ്ഞുകൊണ്ട് പാർട്ടിയുടെ തോളത്ത് എന്തോ പ്രശ്നമുണ്ട്. കാര്യം ശരിക്കും പറഞ്ഞാൽ അത് കുഞ്ഞികൃഷ്ണ സഖാവായിട്ട് ബന്ധപ്പെട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോഴും സഖാവെ എന്ന് വിളിക്കുന്നത് തെറ്റുന്നില്ല. കാര്യം അത്രയും വർഷക്കാലം അദ്ദേഹം അടിയുറച്ച പാർട്ടി വിശ്വാസി തന്നെയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ചില കാരണങ്ങൾ കൊണ്ട് അദ്ദേഹം ടി എ മധുസൂദനുമായിട്ടുള്ള ചെറിയ ഉടക്കുകൾ കൊണ്ട്, അതും കാര്യമില്ലാത്ത കാര്യത്തിനുള്ള പ്രശ്നമാണ്. എന്നിട്ടാണ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പെന്നും പറഞ്ഞിട്ട് വലിയ തട്ടിപ്പ് ഇവിടെ കൊണ്ടുവെക്കുകയും എന്നാൽ അതിനെക്കുറിച്ച് നേരത്തെ തന്നെ അന്വേഷണം നടത്തിയതായി പറയുകയും ഒക്കെ ചെയ്തത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പിരിഞ്ഞു കിട്ടിയ പൈസയ്ക്ക് അവരുടെ വീട്ടുകാർക്ക്, അതായത് അന്നുണ്ടായിരുന്ന രക്തസാക്ഷിയുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് പണം കൊടുത്തിരുന്നു. അതിന്റെ കേസ് നടത്താൻ വേണ്ടി ഈ പണത്തിൽ നിന്ന് ഉപയോഗിച്ചു. അവർക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി കൊടുത്തിരുന്നു. ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അന്നത്തെ അന്വേഷണത്തിൽ, പാർട്ടി തല അന്വേഷണത്തിൽ വ്യക്തമായ കാര്യമാണ്. അപ്പം അങ്ങനെ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇദ്ദേഹം പാർട്ടി വിട്ടതെന്നുള്ള ഒരു കൃത്യമായി നമുക്കറിയാം. അങ്ങനെ പാർട്ടി വിട്ട് നിൽക്കുന്ന ഒരാളെ പിന്താങ്ങാനാണ്, ശരിക്കും പിന്തുണയ്ക്കാനാണ് ശരിക്കും ഇപ്പോൾ RSP തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം നിലവിൽ അവിടെയും പയ്യന്നൂർ ടി എ മധുസൂദനെതിരായിട്ടും ഒരു അനക്കം ഉണ്ടാക്കാൻ സാധിക്കില്ല. ഇവിടെ പിന്തുണയാണ്. അപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, അദ്ദേഹം ഈ പറയുന്ന കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന നേതാവ് അവിടെ RSPയുടെ സ്ഥാനാർത്ഥിയല്ല. അപ്പം ഈ പറഞ്ഞ നമ്മൾ പരിഗണിച്ച് നോക്കുമ്പോൾ RSP എന്ന് പറയുന്നത് പിന്നെ രാഷ്ട്രീയ പാർട്ടി തോൽക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ആലോചിച്ചു. ഒരു മന്ത്രിസഭയിൽ, കേരളത്തിലെ ഒരു മന്ത്രിസഭയിൽ ഒരു മന്ത്രി ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് RSP. ഈ RSPയുടെ ഇന്നത്തെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഒരു മന്ത്രി പോയിട്ട് ഒരു MLA ഉണ്ടാക്കാൻ പോലും കഴിയാൻ പറ്റാത്ത അവസ്ഥ നിൽക്കുകയാണ്. ഇന്ന് ആകെ ഒരു ജനപ്രതിനിധിയുള്ള NK പ്രേമേന്ദ്രനാണ്. NK പ്രേമേന്ദ്രൻ ഇവിടെ കൊല്ലത്ത് നിന്ന് ഇപ്പൊ തൽക്കാലം സീറ്റ് വിഭജനത്തിനകത്ത് NK പ്രേമേന്ദ്രൻ ഉൾക്കൊള്ളിക്കാത്തതുകൊണ്ടാണ്. അല്ലെ പ്രേമേന്ദ്രനോട് തോറ്റു കഴിഞ്ഞാൽ RSP എന്ന് പറയുന്ന പാർട്ടി ഇല്ല.
ഒരു കാലത്ത് LDF നിൽക്കുന്ന സമയത്ത് CPI കഴിഞ്ഞാൽ അടുത്ത പാർട്ടിയായിരുന്നു RSP. അത്രയ്ക്ക് പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥയാ തഴയപ്പെട്ടു. ഈ 4 സ്ഥാനാർത്ഥികൾക്കും ശരിക്കും പറഞ്ഞാൽ തിരിച്ചു വരാനും പറ്റത്തില്ല, നിൽക്കാനും വയ്യ. ഇപ്പൊ നോക്കിയാൽ ഈ 4 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചില്ലേ. ഈ ഇരവിപുരത്ത് CPM-ന്റെ അല്ലെങ്കിൽ പിന്നെ LDF കൂടെ നിന്നിരുന്നെങ്കിൽ ഈ LDF കിട്ടേണ്ട അടിസ്ഥാന വോട്ടെല്ലാം പോകേണ്ട ആർക്കാ? RSPക്കാണ് പോകേണ്ടത്. വിജയസാധ്യതയുള്ള സീറ്റുകളിലേക്ക് RSP കൊണ്ടിറങ്ങി കഴിഞ്ഞാൽ കൃത്യമായി ഇപ്പൊ നോക്കൂ, സുജിത്ത് വിജയൻപിള്ളയ്ക്ക് പോകേണ്ട ചവറയിലെ വോട്ടെല്ലാം ആർക്കാ കിട്ടേണ്ടിയിരുന്നത്? ഷിബു ബേബി ജോണിന് കിട്ടേണ്ടിയിരുന്നതാണ്. കുന്നത്തൂര് പിന്നെ ഉല്ലാസ് പോകൂരിന് അല്ലെങ്കിൽ പിന്നെ കുന്നത്തൂര് നിൽക്കുന്ന ഇപ്പൊ കുന്നത്തൂര് അയക്കന്നെ കിട്ടുമെന്ന് വിചാരിച്ചു. വേറെ വരുന്ന അവിടുത്തെ ഇടതുപക്ഷ വോട്ടുകളെല്ലാം അറിയേണ്ടത് ആർക്കാണ്? ഒരു RSPക്കാരനല്ലേ. അപ്പം ആറ്റിങ്ങലാണെങ്കിലോ എല്ലാം കിട്ടേണ്ടിയിരുന്നത് എവിടെയാണ്? ആ OSMBക്ക് പോകേണ്ട വോട്ടുകളെല്ലാം കിട്ടേണ്ടിയിരുന്നത് ഇദ്ദേഹത്തിനല്ലേ, അവിടുത്തെ പിന്നെ RSPയുടെ സ്ഥാനാർത്ഥിക്കായിരിക്കില്ലേ. അപ്പൊ ഇതാണ് പറയുന്ന പ്രശ്നം. ഇവിടെ പിന്നെ വിലയില്ലാതാകാൻ പോകുന്ന ഒരു പാർട്ടിയാണ്. ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ RSP എനിക്ക് തോന്നുന്നില്ല RSP എന്ന് പറയുന്ന ഒരു പാർട്ടി കേരളത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെ സംശയമാണ്.